ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊരു ശാസ്ത്രശാഖയുണ്ട്. ശരിക്കും ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണത്. അത് 10-25 വർഷം വിജയാളികളെ മാത്രം പഠിച്ചിട്ട് ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ ഒരു ശാസ്ത്രശാഖയാണ് NLP. പലപ്പോഴും ട്രിവാൻഡ്രം YMCA പോലെയൊക്കെ അത് ഒരാഴ്ചയൊക്കെ കോഴ്സ്, അതിൽ 15 ദിവസത്തെ കോഴ്സായിട്ടൊക്കെ കൊടുത്തിരുന്നതാണ്. വിജയിക്കാൻ ആവശ്യമായവരെല്ലാം കേൾക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സംഭവമാണ്. അത് ജർമ്മനിയിലോ അമേരിക്കയിലോട്ടൊക്കെ വിജയാളികളെ ചേർത്തിട്ട് സൈക്കോളജിസ്റ്റ് നടത്തിയ ഒരു റിസർച്ചിൻ്റെ ഭാഗമാണ്. വിജയിച്ചവരുടെയും പരാജയപ്പെടുന്നവരുടെയും ശരീരത്തിൻ്റെ പോസ്റ്റേഴ്സുകൾ തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ശരീരം പോസ്റ്റേഴ്സാണ്. വിജയാളികൾ നടക്കുന്നതും അവർ ചിന്തിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അവരുടെ ചില പോസ്റ്റേഴ്സുകൾ, അതായത് ശരീരത്തിൻ്റെ പോസ്റ്റേഴ്സുകൾ നമ്മൾ അതുപോലെ ഒന്ന് കോപ്പി ചെയ്യാമെങ്കിൽ തന്നെ വിജയികളാവാം എന്നൊക്കെയാണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പറയുന്നത്. വിജയിച്ചവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്, അവരുടേതായൊരു സ്വഭാവ സവിശേഷതകളുണ്ട്. ഇപ്പം വിജയിക്കുന്ന നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ നോക്കിയാൽ അറിയാം, അവനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അവൻ്റെ ഷൂസൊക്കെ അവൻ അപ്പം തന്നെ തുടച്ച് തൂത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കും. ചോറ് പാത്രം വഴിയിലിട്ടിട്ട് പോകത്തില്ല, അവൻ കൊണ്ട് അടുക്കളയിൽ കറക്റ്റായിട്ട് വെക്കും. അവൻ്റെ ഡ്രസ്സ് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും അവൻ വരുന്നത്. അവൻ്റെ മൊത്തം ഇൻ്റലിജൻസ്, മൊത്തം കാര്യങ്ങൾ. ഇപ്പോൾ IQ ഉണ്ട്, IQയും EQയും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ IQ കൂടുതലുള്ളവരല്ല പലപ്പോഴും വിജയിക്കുന്നതൊക്കെ. ഹാർവാർഡ് സർവകലാശാലയുടെ പഠനങ്ങളുണ്ട്. IQ മാത്രം കൂടിയവരെ എടുത്തിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് 10-30 വർഷം കഴിയുമ്പോഴത്തേക്ക് IQ കൂടിയവരല്ല കൂടുതൽ ധനം ഉണ്ടാക്കുന്നു, കൂടുതൽ സമൂഹത്തിൽ ശോഭിക്കുന്നു എന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്. അപ്പം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നമ്മുടെ ചില ശരീരത്തിൻ്റെ പോസ്റ്റേഴ്സ് തന്നെ വിജയാളികൾ നടക്കുന്ന പോലെയും വിജയാളികൾ പെരുമാറുന്ന പോലെയും വിജയാളികൾ സംസാരിക്കുന്ന പോലെയൊക്കെ നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്. വിജയാളികളെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ കൂടെ കുറേ നാൾ നടന്നാൽ തന്നെയും വിജയാളികളുടെ സ്വഭാവങ്ങൾ കുറേയൊക്കെ അക്യൂർ ചെയ്ത് വരും എന്നൊക്കെയാണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പറയുന്നത്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ പല കാര്യങ്ങളെയും കറക്റ്റ് ചെയ്യാമെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് ധൈര്യക്കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്രസംഗപീഠത്തിൽ കയറുമ്പോൾ നമ്മൾ വിജയിച്ച സന്ദർഭങ്ങളെ സിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അമർത്തിക്കൊണ്ട് നമ്മൾ വിജയിച്ച സന്ദർഭങ്ങളെ ഓർക്കുമ്പോൾ വിജയത്തിൻ്റെതായ ഒരു ഫോർമുല നമ്മളിലേക്ക് വരികയും നമ്മൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുകയും കഴിയുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഈ പഠനം മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അതായത് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കണ്ടിട്ട് അതിനെ ഒരു ബലൂൺ പോലെ ആക്കി പൊട്ടിച്ച് കളയുന്ന ചില എക്സസൈസുകൾ. അതുപോലെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ പാസ്റ്റിൽ നമുക്ക് നടന്ന വിജയങ്ങളെല്ലാം കളറിൽ കണ്ടിട്ട് അത് ഹൃദയഭിത്തികൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഭിത്തികൾ അത് ഉറപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യങ്ങളെ കളർഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സാഡായിട്ടുള്ള സന്ദർഭങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുക. ഇതൊരു ശാസ്ത്രജ്ഞയാണ്, ഒരു നല്ലൊരു ക്ലാസ്സായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിംഗ് ഓരോ മനുഷ്യരുടെയും ബോധ മനസ്സിലേക്കൊക്കെ ഉണർത്തി കഴിഞ്ഞാൽ അവർ വിജയാളികളായിട്ട് മാറും. പക്ഷേ പലതും ട്രെയിനിങ്ങിൽ കൂടെയൊക്കെയാണ് നമുക്ക് നടക്കുന്നത്. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിൽ നടത്തി വിജയാളികളായവരുണ്ട്. പലപ്പോഴും നല്ല മനുഷ്യരുടെ സന്ദർഭം നമ്മളെ ഉന്നതരാക്കി തീർക്കുന്നുണ്ട്. അത് സത്യമാണ്. NLP എന്ന് പറഞ്ഞ ശാസ്ത്രം